അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. നിലമ്പൂർ മേഖലയിലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾക്ക് ബുധനാഴ്ച തുടക്കമാവും. രാവിലെ 10:30 നിലമ്പൂർ വെറ്റിനറി ആശുപത്രി പരിസരത്ത് വെച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിലെ ആദിവാസി ഉന്നതികളിൽ സേവനമെത്തിക്കുന്നതിനായുള്ള സഞ്ചരിക്കുന്ന മൃഗസഹായ കേന്ദ്രം, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം, മലബാറി ആട് വർഗോദ്ധാരണ പദ്ധതി എന്നിവയ്ക്കാണ് തുടക്കമിടുന്നത്. PV അബ്ദുൽ വഹാബ് MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവിട്ടാൽ ആരംഭിക്കുന്നതാണ് പദ്ധതി. സഞ്ചരിക്കുന്ന മൃഗസഹായ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് PV അബ്ദുൽ വഹാബ് MP നിർവഹിക്കും. വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആര്യാടൻ ഷൌക്കത്ത് MLA-യും മലബാറി ആട് വർഗോദ്ധാരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയും നിർവഹിക്കും. നിലമ്പൂർ മേഖലയിലെ പട്ടികവർഗ ഉന്നതികളിൽ മൃഗസംരക്ഷണ പ്രവർത്തനം ശക്തിപ്പെടുത്താനായി ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് MP പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച മൊബൈൽ മൃഗസംരക്ഷണ സഹായ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 18-ന് 10:30 നിലമ്പൂർ വെറ്റിനറി ഹോസ്പിറ്റൽ പരിസരത്ത് നടക്കുകയാണ്. വെറ്റിനറി സർവകലാശാല, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടാതെ നിലമ്പൂർ മൃഗാശുപത്രി കെട്ടിടത്തിൽ ആരംഭിക്കുന്ന വെറ്റിനറി സർവകലാശാല നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി കീഴിലുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം, മലബാരി ആട് വർഗോദ്ധാരണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണവും ചടങ്ങിൽ നടക്കും. ശ്രീ PV അബ്ദുൽ വഹാബ് MP, ശ്രീ ആര്യാടൻ ഷൌക്കത്ത് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PA ജബ്ബാർ ഹാജി, മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും വിവിധ ആനുകൂല്യ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ നീന ആൻസി സക്രിയ, ഡോക്ടർ ഷൌക്കത്ത് അലി വടക്കുംപാടം, ഡോക്ടർ KN നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.